നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. എലിഞ്ഞിപ്ര ചൌക്ക സെയിന്റ് മേരീസ് ലൂർദ് പള്ളിമുറ്റത്ത് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ രൂപം പ്രതിഷ്ഠിച്ചു. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിനെതിരെ ഒറ്റയാൾ പോരാട്ടവുമായി യാത്ര തുടരുകയാണ് നജീം കളങ്ങര. കീറിയ 50 രൂപ നോട്ടിനെ ചൊല്ലി തർക്കം. വേലുപ്പാടം പൗണ്ടിൽ ബേക്കറി തല്ലിപ്പൊളിച്ചു. CCTV ദൃശ്യങ്ങൾ പുറത്ത്. മുനിയാട്ടുകുന്നിനെ വിനോദസഞ്ചാര കേന്ദ്രമാക്കണം. വിദ്യാർത്ഥികളുടെ ആവശ്യത്തിന് നടപടിയെടുക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. ചിമ്മിനി ഡാം റോഡിനോട് ചേർന്ന് എച്ചിപ്പാറയിൽ കൊച്ചിൻ മലബാർ കമ്പനിയുടെ തൊഴിലാളികൾക്ക് താമസിക്കാൻ നിർമ്മിച്ചിരുന്ന പാടികൾ ഓർമ്മയാകുന്നു. ഭണ്ഡാര മോഷ്ടാവിനെ കൊടകര പോലീസ് പിടികൂടി. വേലുപ്പാടം ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് തുടക്കമായി. വയോധികയെ പീഡിപ്പിച്ച പ്രതിക്ക് 27 വർഷം കഠിന തടവും 1,45,000 രൂപ പിഴയും ശിക്ഷ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം തൃശൂർ കളക്ടറേറ്റിന് മുൻപിൽ ധർണ നടത്തി. പുതുക്കാട് തെക്കേത്തുറവ് ദേവാലയത്തിൽ തിരുനാൾ സപ്ലിമെന്റിന്റെ പ്രകാശനം നടത്തി. കാറ്ററിംഗ് അവശിഷ്ടങ്ങളും മാംസാവശിഷ്ടങ്ങളും സ്കൂളിനോട് ചേർന്നുള്ള സ്ഥലത്ത് തള്ളുന്നതിൽ പരാതി നൽകി പൊതുപ്രവർത്തകൻ. വിശദമായ വാർത്തയിലേക്ക്. എലിഞ്ഞിപ്ര ചൌക്ക സെയിന്റ് മേരീസ് ലൂർദ് പള്ളിമുറ്റത്ത് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ രൂപം പ്രതിഷ്ഠിച്ചു. വികാരി ഡോക്ടർ ആന്റോ കരിപ്പായി, സഹവികാരി ഫാദർ അഖിൽ നെല്ലിശ്ശേരി, കൈക്കാരന്മാരായ ജോഫ്രിൻ കിഴക്കൂടൻ, ജോജോ മാങ്കായി, ടൈറ്റസ് നൊച്ചുരുവളപ്പിൽ എന്നിവർ നേതൃത്വം നൽകി. നവംബർ 16 ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ച മിഖായേൽ മാലാഖയുടെ രൂപമാണ് പള്ളിമുറ്റത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടത്. ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന നാനാജാതി മതസ്ഥരായ ഭക്തജനങ്ങൾക്ക് യാത്രയിൽ മിഖായേൽ മാലാഖയുടെ സംരക്ഷണ കവചം ഒരുക്കുന്നതിനു വേണ്ടിയാണ് ഈ പ്രതിഷ്ഠ എന്ന് വികാരി ഡോക്ടർ ആന്റോ കരിപ്പായി പറഞ്ഞു. പോളി പെരേപ്പാടനാണ് രൂപം സമ്മാനിച്ചത്. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിനെതിരെ ഒറ്റയാൾ പോരാട്ടവുമായി യാത്ര തുടരുകയാണ് നജീം കളങ്ങര. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും തെരുവ് നായ്ക്കളെ ശാസ്ത്രീയമായ രീതിയിൽ നിയന്ത്രിക്കുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നജീം കളങ്ങരയുടെ ഒറ്റയാൾ പോരാട്ടം. കൊല്ലം ജില്ലക്കാരനായ നജീം വിവിധ സർക്കാർ ഓഫീസുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കയറിയിറങ്ങി ബോധവൽക്കരണം നടത്തുകയാണ്. 3 വർഷത്തിലധികമായി ഈ യാത്ര തുടരുകയാണെന്ന് നജീം ചാലക്കുടി നഗരസഭ സന്ദർശിച്ചപ്പോൾ പറഞ്ഞു. തെരുവ് നായ്ക്കളുടെ ആക്രമണം മൂലം അനേകർക്ക് ജീവനും ആരോഗ്യവും നഷ്ടപ്പെട്ടു. ഇനി ഇത്തരത്തിലൊരു ദുരന്തം മറ്റാർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് നജീം പറയുന്നത്. വിഷബാധയേറ്റ തെരുവ് നായയുടെ സ്വഭാവ വിശേഷതകൾ പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു നജീബിന്റെ യാത്ര. കീറിയ 50 രൂപ നോട്ടിനെ ചൊല്ലി തർക്കം. വേലുപ്പാടം പൗണ്ടിൽ ബേക്കറി തല്ലിപ്പൊളിച്ചു. CCTV ദൃശ്യങ്ങൾ പുറത്ത്. വരന്തരപ്പിള്ളി പൗണ്ടിൽ കീറിയൊട്ടിച്ച 50 രൂപ നോട്ട് മാറ്റി നൽകണമെന്ന് പറഞ്ഞ ദേഷ്യത്തിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയ ആൾ ബേക്കറി അടിച്ചു തകർത്തു. പൗണ്ട് സെന്ററിൽ പ്രവർത്തിക്കുന്ന ശങ്കര സ്നാക്സ് എന്ന കടയിലാണ് ആക്രമണം നടന്നത്. ശനിയാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. 70 രൂപയുടെ സാധനങ്ങളാണ് ഇയാൾ വാങ്ങിയത്. ഇതിനായി നൽകിയ നോട്ടുകളിലുണ്ടായിരുന്ന 50 രൂപ നോട്ട് കീറിയൊട്ടിച്ച നിലയിലായിരുന്നു. ഈ രൂപ എടുക്കില്ലെന്നും മാറ്റി നൽകണമെന്നും കടയുടമ പറഞ്ഞതോടെ
കുറച്ചു കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് വാങ്ങിയ സാധനങ്ങൾ എടുക്കാതെ ഇയാൾ മടങ്ങുകയായിരുന്നു. പിന്നീട് 2 മണിക്കൂറിന് ശേഷം മദ്യലഹരിയിൽ എത്തിയ ഇയാൾ കടയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ചില്ലലമാരകൾ തകർക്കുകയും സാധനങ്ങൾ വലിച്ചെറിയുകയും ചെയ്തു. ആക്രമണ ദൃശ്യങ്ങൾ കടയിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. കടയിലെ ജീവനക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ വരന്തരപ്പള്ളി പോലീസ് ഇയാളെ പിടികൂടിയെങ്കിലും വിട്ടയച്ചു. ഏകദേശം 4 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി പറയുന്നു. കടയുടമ മണ്ണുത്തി സ്വദേശി വേങ്ങത്താനത്തിൽ വിനോദ് പോലീസിൽ പരാതി നൽകി. മുനിയാട്ടുകുന്നിനെ വിനോദസഞ്ചാര കേന്ദ്രമാക്കണം. വിദ്യാർത്ഥികളുടെ ആവശ്യത്തിന് നടപടിയെടുക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. മുനിയാട്ടുകുന്നിനെ വിനോദസഞ്ചാര കേന്ദ്രമാക്കണമെന്ന മുപ്ലിയം സ്കൂളിലെ കുട്ടികൾ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ട ആഗ്രഹം നിറവേറ്റാനൊരുങ്ങി ജില്ലാ ഭരണകൂടം. ഇതിന്റെ ആദ്യപടിയായി ചരിത്രമുറങ്ങുന്ന മുനിയാട്ടുകുന്നിൽ ടൂറിസം സാധ്യതകൾ തേടി തൃശൂർ ജില്ലാ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ പ്രേംദാസ്, ഇൻഫർമേഷൻ ഓഫീസർ ശാരിക എന്നിവർ മുനിയാട്ടുകുന്നും മുപ്ലിയം സ്കൂളും സന്ദർശിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ മുഖാമുഖം പരിപാടിയിൽ മുപ്ലിയം ഗവൺമെന്റ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ സനൈ കൃഷ്ണയാണ് വിഷയം കളക്ടറുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. തുടർന്ന് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറും പൂർവ്വ വിദ്യാർത്ഥിയുമായ PV ശ്രീജിത്ത് കളക്ടർക്ക് പ്രാഥമിക റിപ്പോർട്ട് നൽകുകയും ജില്ലാ കളക്ടർ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി ടൂറിസം വകുപ്പിന് നിർദ്ദേശം നൽകുകയുമായിരുന്നു. മുനിയാട്ടുകുന്ന് പ്രദേശത്ത് കൈവരികൾ, ലൈറ്റുകൾ, ടോയ്ലറ്റ്, ഇരിപ്പിടങ്ങൾ, വേസ്റ്റ് ബിന്നുകൾ എന്നിവ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി വിശദമായ പ്രൊജക്ട് തയ്യാറാക്കി ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുമെന്ന് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, വൈസ് പ്രസിഡന്റ് TG അശോകൻ, പഞ്ചായത്ത് അംഗങ്ങളായ റോസ്ലി തോമസ്, VM റഷീദ്, പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ PV ശ്രീജിത്ത്, മുപ്ലിയം ഗവൺമെന്റ് സ്കൂൾ പ്രധാന അധ്യാപിക MV ഉഷ, PTA പ്രസിഡന്റ് ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി, PTA അംഗം CK സന്ദീപ് കുമാർ, വിദ്യാർത്ഥി സനൈ കൃഷ്ണ എന്നിവർ സന്നിഹിതരായി. ചിമ്മിനി ഡാം റോഡിനോട് ചേർന്ന് എച്ചിപ്പാറയിൽ കൊച്ചിൻ മലബാർ കമ്പനിയുടെ തൊഴിലാളികൾക്ക് താമസിക്കാൻ നിർമ്മിച്ചിരുന്ന പാടികൾ ഓർമ്മയാകുന്നു. 2 വർഷമായി താമസിക്കാൻ തൊഴിലാളികൾ ഇല്ലാതിരുന്ന പാടികളാണ് കമ്പനി പൊളിക്കുന്നത്. 1957 മുതൽ നിർമ്മാണം നടത്തിയ കെട്ടിടങ്ങളാണിത്. ഒരു വരാന്തയും ഒരു മുറിയും അടുക്കളയുമാണ് ഒരു തൊഴിലാളിയുടെ പാടി. 5 കുടുംബങ്ങൾക്കായി ഒരു ബ്ലോക്കായി നിർമ്മിച്ചതിനാലാണ് 5 മുറി പാടി എന്ന് പേര് വന്നത്. വിരമിക്കുന്ന തൊഴിലാളികൾക്ക് പകരം നിയമനം നടത്താത്തത് മൂലം തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവ് വന്നതും അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള അസൗകര്യവുമാണ് താമസിക്കാൻ ആളില്ലാതാക്കിയത്. ഒട്ടേറെ തൊഴിലാളികളുടെ മക്കൾ വിദേശത്തുൾപ്പെടെ ജോലിക്കാരായതോടെ വനഭൂമിക്ക് പുറത്ത് ഭൂമി വാങ്ങി വീട് നിർമ്മിച്ച് താമസം ആരംഭിച്ചതോടെ പാടികളിൽ നിന്നും താമസം മാറ്റിയതും താമസക്കാർ കുറയാനിടയാക്കി. പാടി പൊളിച്ച് പഞ്ചായത്തിന് കെട്ടിട നികുതി നൽകുന്നത് ഒഴിവാക്കണമെന്ന് കമ്പനിയുടെ ആലോചന. 5 മുറി പാടി എന്നാണ് പേരെങ്കിലും 6 കുടുംബങ്ങൾ താമസിച്ചിരുന്നു. 5 മുറി പാടിയും പാടിയോട് ചേർന്ന് ഒരു പൊതു കുളിമുറിയുമാണ് ആദ്യം നിർമ്മിച്ചത്. കുളിമുറിയും പിന്നീട് താമസിക്കാനുള്ള പാടിയാക്കി ഒരു കുടുംബത്തിന് കൂടി നൽകി. കൊച്ചിൻ മലബാർ കമ്പനിക്ക് പാടികൾ കൂടാതെ 3 എസ്റ്റേറ്റിലായി 10 സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഉണ്ട്. ഇത് ഓഫീസ് ജീവനക്കാർക്കാണ്. താമസിക്കാനുള്ളതും സൗകര്യങ്ങളുള്ളതുമായ വീടുകളാണിത്. ഭണ്ഡാര മോഷ്ടാവിനെ കൊടകര പോലീസ് പിടികൂടി. ആളൂർ ഉറുമ്പൻകുന്ന് സ്വദേശി വെള്ളച്ചാൽ വീട്ടിൽ 20 വയസ്സുള്ള ബിബിനെയാണ് കൊടകര SHO PK ദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്.
കഴിഞ്ഞ 27-ാം തീയതി ചെറുകുന്ന് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ 5 ഭണ്ഡാരങ്ങൾ തകർത്ത് 35,000-ഓളം രൂപ കവർന്ന കേസിലാണ് ഇയാളെ പിടികൂടിയത്. ഇയാൾക്ക് ചാലക്കുടി, ആളൂർ, കൊടകര തുടങ്ങിയ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി സമാന രീതിയിലുള്ള 12ഓളം കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. SI EA സുരേഷ്, ASI ആഷ്ലി, CPO കിരൺ എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വേലൂപ്പാടം ഭഗവതി ക്ഷേത്രത്തിലെ പൂര മഹോത്സവത്തിന് തുടക്കമായി. രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം ചെണ്ടമേളം, പഞ്ചവാദ്യം എന്നിവയുടെ അകമ്പടിയോടെ കാഴ്ചശീവേലി നടന്നു. 3 ഗജവീരന്മാർ അണിനിരന്നു. ഉച്ചപൂജയ്ക്ക് ശേഷം എഴുന്നള്ളിപ്പും തുടർന്ന് കാഴ്ചശീവേലിയും നടന്നു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം തായമ്പക നടക്കും. രാത്രിയിൽ താലത്തിന്റെ അകമ്പടിയോടെയുള്ള എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തിങ്കളാഴ്ച പുലർച്ചെ നടക്കുന്ന ശീവേലിയോടെ പൂരത്തിന് സമാപനമാകും. ക്ഷേത്രം ഭാരവാഹികളായ രജനീഷ് എള്ളുംപറമ്പിൽ, മണി പാലക്കട, ദിലീപ് കല്ലൻകുന്നൻ എന്നിവർ നേതൃത്വം നൽകി. വയോധികയെ പീഡിപ്പിച്ച പ്രതിക്ക് 27 വർഷം കഠിന തടവും 1,45,000 രൂപ പിഴയും ശിക്ഷ. മുരിയാട് സ്വദേശി പറപ്പിക്കാടൻ അജിതനെയാണ് ചാലക്കുടി സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത്. 71 വയസ്സുള്ള സ്ത്രീയെയാണ് ഇയാൾ പീഡിപ്പിച്ചത്. സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജി PA സിറാജുദ്ദീനാണ് ശിക്ഷ വിധിച്ചത്. ആളൂർ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന VV വിമൽ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ലാലി ജോൺ എന്നിവരാണ് അന്വേഷണം നടത്തിയത്. പ്രോസിക്യൂഷനു വേണ്ടി ചാലക്കുടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് T ബാബുരാജ് ഹാജരായി. പ്രോസിക്യൂഷൻ നടപടികൾ AH സുനിത ഏകോപിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം തൃശൂർ കളക്ടറേറ്റിന് മുൻപിൽ ധർണ നടത്തി. അശാസ്ത്രീയമായ നികുതി ചുമത്തൽ അവസാനിപ്പിക്കുക, GST കൌൺസിൽ പുനഃസംഘടിപ്പിക്കുക, ഓൺലൈൻ വ്യാപാരത്തിന് കടിഞ്ഞാൺ ഇടുക, MSME വായ്പകൾക്ക് പലിശ ഇളവ് അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം തൃശൂർ ജില്ലയിൽ കളക്ടറേറ്റിന് മുൻപിൽ നടത്തിയ ധർണ ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ S സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ജീവൻ നാലുമാക്കാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ BVVS ജില്ലാ ട്രഷറർ ശ്രീ സേതു വരവൂർ മുഖ്യപ്രഭാഷണം നടത്തി. സഹകാർ ഭാരതി സംസ്ഥാന സമിതി അംഗം ശ്രീ PA വേലായുധൻ ആശംസകൾ നേർന്നു. ചടങ്ങിൽ BVVS സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി ഭാഗീരഥി ചന്ദ്രൻ സന്നിഹിതയായിരുന്നു. ജില്ലാ സെക്രട്ടറി ശിലേഷ് C ശിവറാം സ്വാഗതവും ശ്രീ MV ഉല്ലാസ് നന്ദിയും പറഞ്ഞു. പുതുക്കാട് തെക്കേത്തുറവ് ദേവാലയത്തിൽ തിരുനാൾ സപ്ലിമെന്റിന്റെ പ്രകാശനം നടത്തി. പുതുക്കാട് തെക്കേത്തുറവ് സെയിന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെയും ധീരരക്തസാക്ഷിയായ വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും സംയുക്ത തിരുനാൾ 2025 ജനുവരി 4, 5, 6 എന്നീ തീയതികളിൽ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി വിതരണം ചെയ്യുന്ന സപ്ലിമെന്റിന്റെ പ്രകാശനം ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ ക്രിസ്റ്റോൻ പെരുമാട്ടിൽ നിർവഹിച്ചു. തിരുനാൾ ജനറൽ കൺവീനർ വർഗീസ് തെക്കേതല, സപ്ലിമെന്റ് കൺവീനർ ഷാജു മാപ്രാണത്തുകാരൻ, കൈക്കാരന്മാരായ ശ്രീ ജോയ് നടക്കലാൻ, ഐസക് കുറ്റിക്കാടൻ, മുൻ കൈക്കാരന്മാരായ ജോസ് മംഗലൻ, പ്രിയൻ ചിറ്റാട്ടുകാരൻ എന്നിവർ നേതൃത്വം നൽകി. കാറ്ററിംഗ് അവശിഷ്ടങ്ങളും മാംസാവശിഷ്ടങ്ങളും സ്കൂളിനോട് ചേർന്നുള്ള സ്ഥലത്ത് തള്ളുന്നതിൽ പരാതി നൽകി പൊതുപ്രവർത്തകൻ. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ വേലൂപ്പാടം പള്ളിക്കും സ്കൂളിനും സമീപം കാടിനോട് ചേർന്നുള്ള ഭാഗത്ത് കാറ്ററിംഗ് അവശിഷ്ടങ്ങളും മാംസാവശിഷ്ടങ്ങളും കിടന്നു ചീഞ്ഞ് ദുർഗന്ധം വമിക്കുന്നതായി പരാതി. നിരവധി വിദ്യാർത്ഥികൾ സ്കൂളിലേക്കും പള്ളിയിലേക്കും പോകുന്ന വഴിയിലെ കാടിനോട് ചേർന്നാണ് മാംസാവശിഷ്ടങ്ങളും കേറ്ററിംഗിന്റെ വേസ്റ്റും തള്ളിയിരിക്കുന്നത്. ചീഞ്ഞ മണവും ഈച്ചയുടെ ശല്യവും കാരണം രോഗഭീതിയിലാണ് ജനം. ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വരന്തരപ്പള്ളി പഞ്ചായത്തിൽ പൊതുപ്രവർത്തകൻ സുരേഷ് ചെമ്മനാടൻ പരാതി നൽകി.
ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 7750 രൂപ, പവന് 57,200 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എലിഞ്ഞിപ്ര ചൌക്ക സെയിന്റ് മേരീസ് ലൂർദ് പള്ളിമുറ്റത്ത് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ രൂപം പ്രതിഷ്ഠിച്ചു. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിനെതിരെ ഒറ്റയാൾ പോരാട്ടവുമായി യാത്ര തുടരുകയാണ് നജീം കളങ്ങര. കീറിയ 50 രൂപ നോട്ടിനെ ചൊല്ലി തർക്കം. വേലുപ്പാടം പൗണ്ടിൽ ബേക്കറി തല്ലിപ്പൊളിച്ചു. CCTV ദൃശ്യങ്ങൾ പുറത്ത്. മുനിയാട്ടുകുന്നിനെ വിനോദസഞ്ചാര കേന്ദ്രമാക്കണം. വിദ്യാർത്ഥികളുടെ ആവശ്യത്തിന് നടപടിയെടുക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. ചിമ്മിനി ഡാം റോഡിനോട് ചേർന്ന് എച്ചിപ്പാറയിൽ കൊച്ചിൻ മലബാർ കമ്പനിയുടെ തൊഴിലാളികൾക്ക് താമസിക്കാൻ നിർമ്മിച്ചിരുന്ന പാടികൾ ഓർമ്മയാകുന്നു. ഭണ്ഡാര മോഷ്ടാവിനെ കൊടകര പോലീസ് പിടികൂടി. വേലുപ്പാടം ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് തുടക്കമായി. വയോധികയെ പീഡിപ്പിച്ച പ്രതിക്ക് 27 വർഷം കഠിന തടവും 1,45,000 രൂപ പിഴയും ശിക്ഷ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം തൃശൂർ കളക്ടറേറ്റിന് മുൻപിൽ ധർണ നടത്തി. പുതുക്കാട് തെക്കേത്തുറവ് ദേവാലയത്തിൽ തിരുനാൾ സപ്ലിമെന്റിന്റെ പ്രകാശനം നടത്തി. കാറ്ററിംഗ് അവശിഷ്ടങ്ങളും മാംസാവശിഷ്ടങ്ങളും സ്കൂളിനോട് ചേർന്നുള്ള സ്ഥലത്ത് തള്ളുന്നതിൽ പരാതി നൽകി പൊതുപ്രവർത്തകൻ. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.